പാഠം 1023 സമയം പാലിച്ചുണ്ടാക്കിയ കഥ. എന്താ? 7:50. അതുകൊണ്ടാ എന്നും ചായ കുടിക്കുന്നത് 7:45 ചായ കുടിക്കാൻ 5 മിനിറ്റ് വൈകിന്നോർത്ത് ആള് ചത്തുപോകുന്നില്ലല്ലോ. എന്താ ചത്തുപോകുന്നത് മാത്രമാണോ പ്രശ്നം? വില്ലേജ് ഓഫീസ് തുറക്കുന്നത് 10 മണിക്കാണ്. എല്ലാ ദിവസവും കൃത്യം 10 മണിക്ക് ഞാൻ അവിടെ എത്താറുമുണ്ട്. 5 മിനിറ്റ് വൈകി എത്തുന്നത് കൊണ്ട് ചത്തുപോകുകയൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അവിടെ വരുന്നതോട് പറഞ്ഞാൽ ന്യായമാണോ? ആമേ, ഓരോ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട്. അല്ലാതെ ഓരോന്നും തോന്നിയ സമയത്ത് ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ? ഉദാഹരണത്തിന്, എന്താ? രാവിലെ 11 നീ വക്കീലായ ഒരു കേസ് വിളിക്കുന്നു, അപ്പോ നീ അവിടെ ഇല്ല. അടുത്ത കേസ് വിളിക്കുന്നു, 11:30 ആകുമ്പോ നീ അവിടെ കയറി ചെല്ലുന്നു, നിന്റെ കേസിന്റെ കാര്യം പറയുന്നു. അപ്പൊ ജഡ്ജി എന്തായിരിക്കും പറയുക? സത്യഭാമയുടെ കേസ് വിളിച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞല്ലോ എന്ന്. അപ്പൊ നീ തിരിച്ചെന്ത് പറയും? 30 മിനിറ്റ് വൈകൊണ്ട് മരിച്ചു പോകുന്നില്ലല്ലോ എന്ന് പറയോ? പറയുമോ? മോഹനേട്ടാ, വില്ലേജ് ഓഫീസിലും കോടതിയിലും ഒക്കെ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. കാരണം എന്താ? അത് പലതരത്തിൽപ്പെട്ട പല ആളുകളുടെ ആവശ്യങ്ങൾ സാധിക്കാനുള്ള സ്ഥലമായതുകൊണ്ട്. അതുപോലെയാണ് വീട്. ഇവിടെയുള്ളത് ഞാനും മോഹനേട്ടനും മാത്രമാണ്. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായാൽ അത് ക്ഷമിക്കേണ്ടത് മോഹനേട്ടനും, മോഹനേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോട്ടെന്ന് വെക്കേണ്ടത് ഞാനും അല്ലേ? അത് എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്ത ഒരാളാണ്. എന്ത് കാര്യമാ? രാവിലെ പത്രം വായിക്കുന്ന ഞാൻ ഉണ്ടാക്കി തരുന്ന കഴിക്കുന്നതല്ലേ? വേറെ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യാറുള്ളത്? നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനായിട്ട് എന്റെ കുറ്റം കണ്ടുപിടിക്കുന്നു. ഭാമേ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്ക് മാത്രമേ ജീവിത വിജയം ഉണ്ടാകൂ. ചെന്നാ ഫോൺ എടുക്ക, അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി തരാം. ആരോട്? ഹലോ, അതെ, ഉണ്ട്. ആരാണ്? കൊടുക്കാം. ഭാമേ, ഇപ്പൊ വരും. ആരാ മനട്ടാ? സദാനന്ദൻ വക്കീൽ. എന്റെ ഈശ്വര, മണി 3. എന്റെ ഭഗവാനെ, ഞാനത് മറന്നു. ഹലോ, അതെ സാർ. സോറി സാർ, ഞാനത് മറന്നുപോയി. ഞാൻ സുധാകരൻ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഞാൻ സാറിനെ തിരിച്ചു വിളിക്കാം. ഓ, അറിയാം സാർ. രാവിലെ അടുക്കള കുറച്ച് തിരക്കിലായിരുന്നു, അതിനിടയിൽ വിട്ടുപോയി. ഞാൻ ഇപ്പൊ വിളിക്കാം സാർ, ഇപ്പൊ വിളിക്കാം. എന്താണ്? ഒരു കേസിന്റെ കാര്യം എന്റെ മോനട്ടാ. സുധാകരൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടേ. രാവിലെ 7 മണിക്ക് അയാളെ വിളിച്ച് സംസാരിച്ചിട്ട് സദാനന്ദ സാറിനോട് വിവരം പറയാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. 7 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 7:53. ഇതാണ് ഞാൻ പറയുന്നത്. നിനക്ക് കൃത്യനിഷ്ഠയില്ല. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? കൃത്യനിഷ്ഠ ആഫീസ് കാര്യങ്ങളിലും കോടതി കാര്യങ്ങളിലും മാത്രം മതി, വീട്ടിൽ വേണ്ട എന്ന്. എന്നിട്ടിപ്പോൾ ആഫീസ് കാര്യത്തിലും നിന്റെ കൃത്യനിഷ്ഠ ഇതാണ്. അതൊന്നും പറയാത്തത്. 7 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് 8 മണി ആകാറായല്ലോ എന്ന് സദാനന്ദ വക്കീൽ പറഞ്ഞപ്പോ 1 മണിക്കൂർ വൈകൊണ്ട് മരിച്ചു പോകുന്നില്ലല്ലോ, 1 മണിക്കൂർ വൈകുന്നുണ്ട് മരിച്ചു പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കാത്ത എന്താ നീ ചോദിക്കാത്തത്? ഭാമേ, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊരു പ്രയോഗമുണ്ട്. കൃത്യനിഷ്ഠ പോലുള്ള നല്ല ഗുണങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കണം. അത് ആദ്യം വീട്ടിൽ പ്രയോഗിക്കണം, എന്നിട്ട് അത് ഓഫീസിൽ പ്രയോഗിക്കണം. വീട്ടിൽ കൃത്യനിഷ്ഠയില്ലാത്ത നിന്നെ പോലുള്ള ആൾക്ക് എങ്ങനെ ഓഫീസ് കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയും? സാറേ, ഉത്തമനാണ്. പറഞ്ഞു വരുമ്പോൾ നിന്റെ അതേ സ്വഭാവമാണ് അയാൾക്ക്. 7:30 വരാമെന്ന് പറഞ്ഞ ഉത്തമൻ വന്നിരിക്കുന്നത് 7:54.
നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാട്ടിലെ യഥാർത്ഥ പ്രശ്നക്കാർ. പോയോ? ആ സുധാകരൻ ചേട്ടാ, ഞാനാ അഡ്വക്കേറ്റ് സത്യഭാമ. പറഞ്ഞതിനേക്കാൾ 25 മിനിറ്റ് വൈകി. കരുണാകരൻ ചേട്ടൻ എന്ത് പറഞ്ഞു? സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? സാറിവിടെ 9 മണിക്ക് ചെല്ലാന്നാണല്ലോ കരുണാകരൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പുള്ളിക്കാരൻ എന്തോ ഒരു അസൗകര്യം. 9:15 ചെന്നാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിയാവും. 9 മണിക്ക് കരുണാകരൻ ചേട്ടന്റെ വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആ സ്ഥലം അളക്കാൻ വേണ്ടത് കൃത്യം 35 മിനിറ്റ്. 9 മണിക്ക് അളന്നു തുടങ്ങിയാൽ അളവ് തീരുമ്പോൾ 9:35. അപ്പോൾ നടക്കാൻ തുടങ്ങിയാൽ ഞാൻ കൃത്യം 9:58 വില്ലേജ് ഓഫീസിലെത്തും. സാറേ, പിന്നെ എന്തോ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം എന്നാണ് കരുണാകരൻ ചേട്ടൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നടക്കില്ല. 9:15 സ്ഥലം അളക്കാൻ തുടങ്ങിയാൽ അളന്ന് കഴിയുമ്പോൾ 9:50 ആകും. അപ്പോ വില്ലേജ് ഓഫീസിലേക്ക് നടന്നാൽ ഞാൻ വില്ലേജ് ഓഫീസിലെത്തുമ്പോൾ 10:13 ആകും. 13 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. സാറേ, ഞാൻ സാറിനെ സ്കൂട്ടറിൽ കൊണ്ടുവിടാം. അതാകുമ്പോ 10 മിനിറ്റ് മതിയല്ലോ. എങ്ങനെ വിശ്വസിക്കും? പോകുന്ന വഴി സ്കൂട്ടർ കേടാവുകയോ തലകുത്തി വീഴുകയോ ചെയ്താലോ? ഇത്തരം കാര്യങ്ങൾക്ക് യന്ത്രങ്ങളെ ആശ്രയിക്കുന്നത് ശരിയേ അല്ല. നടന്നു പോയാലും പ്രശ്നമുണ്ടല്ലോ. വഴി വെച്ച് വല്ല പട്ടി കടിക്കാൻ വന്നാലോ? അപ്പോൾ ഓടാമല്ലോ. അങ്ങനെ ഓടുകയാണെങ്കിൽ 9:50 ഓഫീസിലെത്തുകയും ചെയ്യാം. ഞാൻ സ്ഥലം അളക്കണമെങ്കിൽ ഞാൻ പറയുന്ന സമയം, അല്ലെങ്കിൽ വേറെ ആളെ നോക്കാൻ പറയും. മാറി നിൽക്കൂ സാറേ. അതെ, അപ്പൊ ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോഹനേട്ടാ, ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് ഈ കൃത്യനിഷ്ഠയെ പറ്റി. സ്കൂളിൽ കൃത്യസമയത്ത് ചെല്ലണം, ഉച്ചഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം, ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യണം, പരീക്ഷ കൃത്യസമയത്ത് എഴുതി തീർക്കണം. അങ്ങനെ കൃത്യസമയം, കൃത്യനിഷ്ഠ എന്നൊക്കെ ഒരുപാട് കേട്ടപ്പോ മുതല് എന്റെ ധാരണ ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഒരു നല്ല ഗുണമാണെന്നായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത് ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഭ്രാന്താണ്. ഒരു തർക്കം ജയിക്കാൻ വേണ്ടി പലരും പലതും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. പക്ഷേ മോഹനേട്ടൻ ഇപ്പൊ ഉത്തമനോട് തർക്കിച്ചതുപോലെ ഈ ലോകത്ത് ഒരാളോട് തർക്കിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രാവിലെ 9 മണിക്ക് കരുണാകരൻ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 9:15 ആക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. മനസ്സിലായി. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ പറയുന്നവരെ മോഹനേട്ടൻ ഇപ്പൊ ചെയ്തത് ഒരു നോവൽ സങ്കല്പിച്ചുണ്ടാക്കി എഴുതുക എന്ന് പറയുന്ന പരിപാടിയാണ്. മോഹനേട്ടാ, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അടുത്ത മിനിറ്റ് ജീവിച്ചിരിപ്പുണ്ടാവും എന്നതിന് പോലും ഉറപ്പില്ലാത്ത ആളുകളാണ് നമ്മള് മനുഷ്യന്മാര്. അപ്പൊ പിന്നെ ഈ പ്ലാൻ ചെയ്യുന്നതിന് ആ മര്യാദയെങ്കിലും ഒന്ന് കൊടുക്ക്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. അതാണ് ഇവിടുത്തെ കുഴപ്പം. മോഹനേട്ടന് ലോകത്തുള്ള സകലരെ ഉപദേശിക്കാം, തിരിച്ച് വേറെ ആരും മോഹനേട്ടൻ ഉപദേശിക്കാൻ പാടില്ല. അതാരണോ വീണ്ടും വന്നിരിക്കുന്നത് താലൂക്ക് ഓഫീസിലെ പ്യൂൺ ഓമനക്കുട്ടനാണ്. കോളിംബെല്ല് കേട്ടാൽ അത് അടിച്ചാരാണെന്ന് അറിയാൻ പറ്റൂ? കോളിംബെല്ല് കേട്ട് മനസ്സിലാക്കിയതല്ല, കൃത്യനിഷ്ഠ കൊണ്ട് മനസ്സിലാക്കിയതാണ്. കൃത്യം 8 മണിക്ക് ഇവിടെ വരുമെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞിരുന്നു. നോക്ക്, 8 മണി. ഇതാണ് കൃത്യനിഷ്ഠ. ശരി, എങ്കിൽ പിന്നെ കൃത്യനിഷ്ഠക്കാരനൊന്നും കാണണമല്ലോ. നമസ്കാരം. ഓമനക്കുട്ടനായിരിക്കുമെന്ന് ഞാൻ എന്റെ ഭാര്യ സത്യഭാമയോട് പറയുകയായിരുന്നു. കൃത്യസമയത്ത് തന്നെ ഓമനക്കുട്ടൻ ഇവിടെ എത്തി. ഭാമേ, ഇത് ഓമനക്കുട്ടൻ. നമസ്കാരം. താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യും. സഹദേവൻ പറഞ്ഞു വിട്ടിട്ടാണ് ഓമനക്കുട്ടൻ ഇപ്പൊ വന്നിരിക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ ഇവിടെ വരണമെന്ന് ഞാൻ ഓമനക്കുട്ടനോട് പറഞ്ഞിരുന്നു. എന്തോ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇങ്ങനെയാണ്, എപ്പോഴും ഭയങ്കരമായ കൃത്യനിഷ്ഠ. സഹദേവൻ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു, പറഞ്ഞ സമയം തെറ്റിയാൽ മോഹനേഷ സാറിന് ഇഷ്ടപ്പെടില്ല എന്ന്. സഹദേവനും എന്നെ നന്നായിട്ട് അറിയാം.
ഇന്നലെ ഉച്ചയ്ക്ക് സഹദേവൻ എന്നെ വിളിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞു. സഹദേവന് ഇന്ന് രാവിലെ കൃത്യം 8:30 വീട്ടിൽ നിന്ന് പുറപ്പെടണം. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് വേണമെന്ന് സഹദേവൻ പറഞ്ഞപ്പോൾ ഞാൻ ചില കണക്കൂട്ടലുകൾ നടത്തി. ആ കണക്കൂട്ടലുകൾ എന്തൊക്കെയാണ് എന്ന് നിനക്കറിയാമോ ഭാമേ? പറഞ്ഞുതരാം. അതായത് ഇവിടെ നിന്ന് സഹദേവന്റെ വീട്ടിലേക്കുള്ള ദൂരം കൃത്യം 9 കിലോമീറ്റർ. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നത് ഓമനക്കുട്ടനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓമനക്കുട്ടൻ ബൈക്കിൽ തന്നെയാണ് വരുന്നതെന്ന് ഞാൻ കരുതി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ വഴികളിലൂടെ ഒരു ബൈക്കിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന വേഗത ഞാനൊന്ന് നോക്കി. ചില സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത, മറ്റു ചില സ്ഥലങ്ങളിൽ 20 കിലോമീറ്റർ വേഗത. അങ്ങനെ എല്ലാം കൃത്യമായി ആലോചിച്ചെടുത്തപ്പോൾ ഒരു ബൈക്ക് ഇവിടെ നിന്ന് സഹദേവന്റെ വീടിന് താഴെയുള്ള റോഡിലെത്താൻ 20 മിനിറ്റ് സമയം വേണ്ടിവരും എന്നെനിക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം ബൈക്ക് അവിടെ വെച്ച് നടക്കലുകൾ കയറി മുറ്റത്തെത്തുവാൻ 2 മിനിറ്റ്. കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിൽക്കേണ്ടി വരുന്നത് 1 മിനിറ്റ്. അങ്ങനെ ആകെ 23 മിനിറ്റുകൾ. 8:30 സഹദേവന് പോകാനുള്ളത്. സഹദേവന് ഓമനക്കുട്ടൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുമായി തിരികെ അകത്ത് ചെന്ന് സർട്ടിഫിക്കറ്റ് ബാഗിൽ വെച്ച് പുറപ്പെടാൻ 2 മിനിറ്റ് വേണ്ടി വരും. ആകെ 25 മിനിറ്റുകൾ. ഓമനക്കുട്ടൻ ഇവിടെ എത്തി കോളിംഗ് ബെല്ലടിച്ച് എന്നെ കാത്തു നിൽക്കുന്നത് 1 മിനിറ്റ്. ഞാൻ ഓമനക്കുട്ടനുമായി കുശലം പറയാനെടുക്കുന്ന 2 മിനിറ്റ്. പിന്നെ തിരികെ അകത്ത് പോയി സർട്ടിഫിക്കറ്റ് എടുത്തു കൊണ്ടുവരാൻ എടുക്കുന്ന 2 മിനിറ്റ്. എല്ലാം കൂടി ഇവിടെ ചെലവാകുന്നത് 5 മിനിറ്റ്. ചുരുക്കി പറഞ്ഞാൽ കൃത്യം 8 മണിക്ക് ഓമനക്കുട്ടൻ ഇവിടെ എത്തിയാൽ 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോകാം. 25 മിനിറ്റിനുള്ളിൽ സഹദേവൻ ഓഫീസിൽ പോകാം. എങ്ങനെയുണ്ട്? 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 സത്യത്തിൽ മോഹനകൃഷ്ണ സാറിനെ സമ്മതിക്കണം. ഇത്രയധികം കണക്കൂട്ടി ജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമല്ലേ? ഭയങ്കര സംഭവം തന്നെയാണ്. ഞാൻ സാറിനെ പോലെ തന്നെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് കണക്കൂട്ടിയതുപോലെ തന്നെ ഞാനും കണക്കൂട്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കണക്കൂട്ടലുകൾ വളരെ ശരിയായി. അതുകൊണ്ടല്ലേ കൃത്യം 8 മണിക്ക് എനിക്ക് എത്താൻ പറ്റിയത്. ഞാൻ കൃത്യനിഷ്ഠയുടെ പ്രാധാന്യത്തെ പറ്റി എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയ്ക്ക് ചില ഉപദേശങ്ങൾ വേണം. ഓമനക്കുട്ടൻ കൃത്യസമയത്ത് തന്നെ വന്നത് എന്തായാലും നന്നായി. ഇവരൊക്കെ അത് കണ്ടുപിടിക്കട്ടെ. ഞാൻ പോയി സർട്ടിഫിക്കറ്റ് എടുത്തോളൂ. ഓമനക്കുട്ടന് ചായ എടുക്കട്ടെ? വേണ്ട, ചായ കുടിച്ച് സമയം കളഞ്ഞാൽ പ്ലാനൊക്കെ തെറ്റില്ലേ? കൃത്യം 8:30 സഹദേവ സാറിന് ഓഫീസിൽ പോകാനുള്ളതാ. സഹദേവ സാർ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് താലൂക്ക് ഓഫീസിൽ പോവാൻ. ഞാനെന്നും കൃത്യം 9:58 താലൂക്ക് ഓഫീസിലെത്തും. ചായ കുടിക്കണ്ട, വൈകും. സോറി, എന്നോട് ക്ഷമിക്കൂ. എന്റെ പൊന്നോ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാ? അല്ല, ഈ ഓമനക്കുട്ടന്റെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല, ഇമാതിരി ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം പരമസുഖമായിരിക്കുമല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ആമേ, നിന്നെ പോലുള്ള വക്കീലന്മാർക്ക് ഇങ്ങനെ നല്ല ഗുണമുള്ള ആൾക്കാരെ ഇഷ്ടമാകില്ല എന്നെനിക്കറിയാം. എങ്ങനെ ഇഷ്ടമാവാനാ? എല്ലാവരും നല്ല ഗുണമുള്ളവരായാൽ നിന്നെ പോലുള്ള വക്കീലന്മാർ പിന്നെ കാശിക്ക് വേണ്ടി വരുമല്ലോ. നീ ഒരു ഭയങ്കര വക്കീലാണെന്നാണല്ലോ പറയാറുള്ളത്. ഓമനക്കുട്ടൻ വെറും ഒരു പ്യൂൺ. പക്ഷേ കൃത്യനിഷ്ഠയുടെ കാര്യം വരുമ്പോഴോ, സ്വന്തം ഭർത്താവിന് കൃത്യസമയത്ത് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല. ഓമനക്കുട്ടൻ 6 കിലോമീറ്റർ യാത്ര ചെയ്ത് കൃത്യസമയത്ത് ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ഓമനക്കുട്ടൻ വെറും ഒരു പിയൂണാണെന്ന് മോഹനേട്ടൻ തന്നെ പറഞ്ഞല്ലോ. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ കാര്യവും. ഒരു വെറും പ്യൂണായ ഓമനക്കുട്ടന് മേലുദ്യോഗസ്ഥനായ സഹദേവ സാറിനെ അനുസരിക്കേണ്ടി വരും. മേലുദ്യോഗസ്ഥനെ അനുസരിക്കുന്നത് കൃത്യനിഷ്ഠ കൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. മോഹനേട്ടൻ അന്തം വിട്ട് കൃത്യനിഷ്ഠയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ഗതികേട്. എനിക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സുള്ളപ്പോഴേ ഞാൻ ചായ ഉണ്ടാക്കും. അഹങ്കാരി.
ഓമനക്കുട്ടൻ താലൂക്ക് ഓഫീസിലെ പിയൂണാണ്, ഞാൻ സമ്മതിച്ചു. സഹദേവൻ പറയുന്ന ഒരു കാര്യം കൃത്യമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഓമനക്കുട്ടൻ കൃത്യസമയത്ത് വന്നത്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ്. പിന്നെ നീ നേരത്തെ എന്താ പറഞ്ഞത്? മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും ഒക്കെ ആഫീസിലാണ്, അതൊന്നും വീട്ടിൽ നടക്കില്ല എന്ന്. എന്താ നടക്കാത്തത്? എത്രയോ നൂറ്റാണ്ടുകളായി ഭർത്താവാണ് വീട്ടിലെ മേലുദ്യോഗസ്ഥൻ, ഭാര്യ കീഴുദ്യോഗസ്ഥ. അതുകൊണ്ട് തന്നെ ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിച്ചേ പറ്റൂ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. മോഹനേട്ടാ, ആഫീസിൽ മോഹനേട്ടൻ പറഞ്ഞ ശിശുപാലൻ അക്ഷരം വെറുതെ അനുസരിക്കുമായിരിക്കും. അതെന്തുകൊണ്ടാ? നിങ്ങൾ രണ്ടുപേരും സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട്. അങ്ങനെ സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് സർക്കാർ നിങ്ങൾക്ക് ശമ്പളവും തരുന്നുണ്ട്, ശരിയല്ലേ? വീട്ടിലെ കാര്യം അങ്ങനെയാണോ? ഭാര്യയും ഭർത്താവും ഏതെങ്കിലും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളല്ല. അങ്ങനെ ജീവിക്കുന്നതിന് നമുക്കാരും ശമ്പളവും തരുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പ്രതിഫലമായി നിന്റെ എല്ലാ ചെലവുകളും ഞാൻ നോക്കുന്നില്ലേ? നിനക്ക് 3 നേരം ഭക്ഷണവും പുതിയ സാരികളും ചുരിദാറുകളും ഒക്കെ വാങ്ങിത്തരുന്നത് ഞാനല്ലേ? നീന്താ മോഹനേട്ടാ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയാം. ശിശുപാലൻ ചേട്ടൻ മോഹനേട്ടനെ അനുസരിക്കുന്നത് നിയമം അങ്ങനെ ആയതുകൊണ്ടാണ്. ആ നിയമം തെറ്റിച്ചാൽ ശിശുപാലൻ ചേട്ടനെതിരെ നടപടിയെടുക്കാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റും. വീട്ടിലെ അവസ്ഥയോ? ഭർത്താവ് പറയുന്ന അനുസരിക്കലാണ് ഭാര്യയുടെ ജോലി എന്ന് ഒരു നിയമത്തിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. അനുസരിക്കാത്ത ഭാര്യയെ ഒരു ചുക്കും ചെയ്യാൻ ഒരു ഭർത്താവിനും പറ്റില്ല. ആര് പറയണം? എങ്കിൽ പിന്നെ മോഹൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാം. മോഹനേട്ടാ, ഞാൻ ഈ അടുക്കളപ്പണി ചെയ്യുന്നതും തുണി അലക്കുന്നതൊന്നും പേടിച്ചിട്ടോ ശമ്പളം പ്രതീക്ഷിച്ചിട്ടോ അല്ല, സ്നേഹം കൊണ്ട് മാത്രം. ഇന്നു മുതൽ ഞാനിതൊന്നും ചെയ്തു തന്നില്ലെങ്കിൽ മോഹനേട്ട പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറ. ഒരു ചുക്കും തന്നെ ചെയ്യാൻ പറ്റില്ല. അല്ല, കാര്യം പറഞ്ഞതാ. ഇത് മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടുമാണ്. ഈ ഷർട്ട് ഞാൻ തേച്ച് തന്നില്ലെങ്കിൽ മോഹനേട്ടൻ എന്ത് ചെയ്യും? എന്തായാലും മോഹനേട്ടൻ ഷർട്ട് തേക്കാൻ അറിയില്ല. അപ്പൊ പിന്നെ കൂലി കൊടുത്ത് തേച്ച് വാങ്ങേണ്ടി വരും. അതല്ലാതെ എന്തോടെ വഴി? അനുസരണയില്ലാത്ത ഭാര്യമാരെ നിലക്കീർത്താനൊക്കെ ആണുങ്ങൾക്ക് അറിയാം. എങ്ങനെയാണാവോ? മോഹനേട്ടന് മുന്നിൽ 4 വഴികളുണ്ട്. 1, സ്നേഹമായി മര്യാദയ്ക്ക് പെരുമാറി എന്നെ സന്തോഷിപ്പിച്ച് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുക. ഞാൻ നിന്റെ കാല് പിടിക്കണമെന്ന്. ഇനി 2ാമത്തെ വഴി, ഉപദേശിച്ച് എന്റെ മനസ്സ് മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മോഹനേട്ടൻ ഉപദേശം കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി 3ാമത്തെ വഴി, എന്നെ തല്ലി അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പല ആണുങ്ങളും ആ വഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. സംഗതി അപ്പൊ കേസാവും. ഗാർഹിക പീഡനം, സെക്ഷൻ 498 IPC. മോഹനേട്ടൻ അകത്തു പോവും. പിന്നുള്ള 4ാമത്തെ വഴിയാ, എന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക. വിവാഹമോചനത്തിന് എന്നിട്ട് കേസ് കൊടുക്കുക. എങ്ങനെങ്കിലും എന്നെ ഒഴിവാക്കി പകരം കൃത്യനിഷ്ഠയുള്ള അനുസരണാശീലമുള്ള ഒരു പെണ്ണിനെ അങ്ങ് കെട്ടുക. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്കൊരു അബദ്ധം പറ്റി. അതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? കൃത്യം 3:30 തന്നെ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് ഞാൻ 3:30 അവിടെ എത്തിക്കാരൻ നിനക്ക് ഓർമ്മയുണ്ടോ? പക്ഷെ നീ അപ്പോഴും റെഡിയാവുന്നേ ഉള്ളൂ. പെണ്ണ് കാണാൻ ആള് വരുന്ന ദിവസം പോലും കൃത്യസമയത്ത് റെഡിയാകാൻ പറ്റാത്ത നിന്റെ സ്വഭാവം ഞാൻ അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതെനിക്ക് പറ്റിയൊരു അബദ്ധം. മോഹനേട്ടൻ പോകാൻ ഇറങ്ങുമ്പോ ബൈക്കിൽ കൊണ്ടുപോയി വിടാന്ന് ബ്രോക്കർ രാജപ്പ ചേട്ടൻ പറഞ്ഞതല്ലേ? അന്ന് മോഹനേട്ടൻ പറഞ്ഞു, വേണ്ട, ഞാൻ ബൈക്കിൽ കേറില്ല. ജംഗ്ഷൻ വരെ നടക്കാൻ 6 മിനിറ്റ് മതി. അവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ 23 മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിലെത്തുമെന്ന്. ഒന്നും ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. മോഹനേട്ടന് കൃത്യനിഷ്ഠ മൂത്ത് പ്രാന്തായിരിക്കുന്നു. ഒരു മനുഷ്യന് ഒരു നന്മയുണ്ടെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചീത്തയാക്കുന്ന നിന്നെപ്പോൾ ആൾക്കാർ അടവുണ്ടല്ലോ, അത് എന്റെ അടുത്ത് നടക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ ഗുണം. എങ്കിൽ പിന്നെ എന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോയി കൃത്യനിഷ്ഠ അങ്ങ് കെട്ടിക്കും. ഷർട്ട് കേൾക്കാനേ എനിക്ക് മനസ്സില്ല. ആഹാ, കൊള്ളൂല്ലോ അത്.
നീ എന്താ ചെയ്യാൻ പോന്നെ? എനിക്ക് മുറ്റോടിക്കണം. എന്റെ ഷർട്ട് വെച്ചിട്ട് മുറ്റടിച്ചാ മതി. മോഹനേട്ടന്റെ ഷർട്ട് തേക്കാൻ ഇനി വേറെ ആളെ അന്വേഷിച്ചു. ആമേ, ഞാൻ നിന്റെ ഭർത്താവാണ്. കുറെ നാളായല്ലോ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞോണ്ട് നടക്കുന്നേ. ഈ ഭർത്താവ് എന്ന് പറയുന്ന സാധനമേ ദൈവമാണോ? അല്ലല്ലോ. ആമേ, എന്റെ ഷർട്ട് തേച്ചേർന്നാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ മോഹനേട്ടൻ എന്ത് ചെയ്യും? കുറെ നാളായി അക്രമം ഞാൻ സഹിക്കുന്നു. സകല കാര്യങ്ങൾ ചെയ്തു തരികയും വേണം. എന്നിട്ടോ ചെയ്ത് കിട്ടിക്കഴിയുമ്പോ എല്ലാത്തിനും കുറ്റവും. ആ പരിപാടി ഞാൻ നിർത്തി. ഇനി മുതൽ മോഹനേട്ടൻ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്ന പ്രശ്നം ഉണ്ടാവില്ല. മോഹനേട്ടനെ കൊണ്ട് കേസ് കൊടുത്തു. ആമേ, വേണ്ട. മര്യാദക്ക് എന്റെ ഷർട്ട് തേച്ചേർന്നാ നിനക്കല്ലത്. മോഹനേട്ടൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യനിഷ്ഠയുടെ കാര്യമാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയാൽ, അല്ലെങ്കിൽ ഷർട്ട് മുണ്ടും തേക്കാൻ വൈകിയാൽ, അപ്പൊ തീരില്ലേ മോഹനേട്ടൻ ഈ പറഞ്ഞ കൃത്യനിഷ്ഠ? പിന്നെ എങ്ങനെ കൃത്യസമയത്ത് ചാടി ഇറങ്ങി യോഗ്യനായിട്ട് ഓഫീസിൽ പോകും? ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഇത്ര കൃത്യനിഷ്ഠക്കാരനായ നാട്ടുകാരുടെ മുന്നിൽ വിരസിക്കൊണ്ടിരിക്കുന്നത് എന്റെ കൃത്യനിഷ്ഠ കൊണ്ടാണ്. അല്ലെങ്കിൽ കാണായിരുന്നു. ഓഹോ, എങ്കിൽ പിന്നെ നിന്റെ സഹായമില്ല ജീവിക്കപ്പെടും. ഞാൻ നോക്കട്ടെ, അഹങ്കാരി. നിന്റെ ചായ കാപ്പി എനിക്ക് വേണ്ട. ഈ വീട് നീ ഒന്നും ഞാൻ കഴിക്കില്ല. നീ ഞാനുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. സാറേ, ഓമന കൂടെ പോയില്ലേ? സമയത്തിനായി. ഇനി എങ്ങനെ ഓമനക്കുട്ടൻ കൃത്യസമയത്ത് സകലവന്റെ വീട്ടിലെത്തും? സാറ് സർട്ടിഫിക്കറ്റ് തന്നില്ല. ഏത് സർട്ടിഫിക്കറ്റ്? സാറേ, സർട്ടിഫിക്കറ്റ് ആണോ സാറേ കീറിയത്? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മണി 8:15 കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യാനാ സാറേ? സാറ് ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് ഒന്നുകൂടെ എഴുതേണ്ടി വരും. അല്ല, അപ്പോഴേക്കും സഹദേവൻ പോവില്ലേ? ഒരു കാര്യം ചെയ്യാം, സർട്ടിഫിക്കറ്റ് ആരുടെയെങ്കിലും കൊടുത്തുവിടാം. സഹദേവനോട് പറഞ്ഞാ മതി. പിന്നെ അനിയ, ഇവിടെ നടന്ന കാര്യമൊന്നും സഹദേവനോട് പറയണ്ട. ഈ സർട്ടിഫിക്കറ്റ് അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാർ. ഇനിയിപ്പം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സഹദേവൻ സാർ ഓഫീസിൽ പോകും. ആണല്ലേ? സാർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് കൃത്യനിഷ്ഠയില്ല എന്ന് പറഞ്ഞ് സഹദേവ് സാർ എന്നെ വഴക്കോ. സൂക്ഷിച്ചു പോണേ. സ്റ്റാൻഡ്. സാർ വിളിച്ചു പറഞ്ഞേക്കണേ. ഞാനോ? നീ പറയണത് ശല്യപ്പെടുത്തോണ്ടല്ലേ ഇതെല്ലാം കീറി പോയത്? മര്യാദയ്ക്ക് ഷർട്ട് വെച്ചാ. അപ്പൊ എന്റെ സഹായം വേണ്ടതല്ലേ പറഞ്ഞത്? ഇന്നൊരു ദിവസത്തെ കൂടെ മതി. എനിക്ക് സമയത്ത് ഓഫീസിൽ പോണ്ടേ. പക്ഷെ നാളെ മുതല് എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. ആൾ കൃത്യനിഷ്ഠയിൽ കടുപ്പക്കാരനാണെങ്കിലും ഭാര്യയോട് തർക്കിക്കുമ്പോൾ ബാക്കി എല്ലാം മറക്കും. എന്തായാലും ഇങ്ങനൊരു അബദ്ധം ഇനി പറ്റാതെ നോക്കാൻ വില്ലേജ് ഓഫീസർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.